ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 1000 നാമങ്ങളുടെയും അർത്ഥം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഈ അടുത്ത് ചെയ്തിരുന്നു. അതിൻ്റെ ചുവട്ടിലൊരു കമൻറ്റ് കണ്ടു. ഒരു സംശയമാണ്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം വിവാഹിതരായ സ്ത്രീകൾ ചൊല്ലാൻ പാടില്ല എന്ന് എവിടെയോ കേട്ടു. അത് ശരിയാണോ? വിവാഹിതരായവർക്കിത് ജപിക്കാൻ പറ്റുമോ എന്നാണ് അവിടെ ചോദിച്ചത്. ആ ചോദ്യത്തിന് സരളമായ ഒരു മറുപടി അമ്മയുടെ 1000 നാമങ്ങളിൽ തന്നെ ഉണ്ട്. അമ്മയുടെ ഒരു നാമം സുവാസിന്യർച്ചന പ്രീത എന്നാണ്. സുവാസിനി എന്ന വാക്കിന് വിവാഹിതയായ സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പോൾ വിവാഹിതരായ സ്ത്രീകളാൽ അർച്ചിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുന്നവളാണ് അമ്മ. സ്തോത്രങ്ങൾ നമ്മൾ ജപിക്കുന്നത് അമ്മയെ അർച്ചിക്കാൻ വേണ്ടിയാണ്, അമ്മയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു നാമത്തിൽ നിന്ന് തന്നെ വിവാഹിതരായ സ്ത്രീകൾക്കും ഈ സ്തോത്രം ജപിക്കാം എന്നത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഇനി അമ്മയുടെ ഭാവം തന്നെ എടുത്താൽ അമ്മ കാമേശ്വരൻ്റെ ധർമ്മപത്നിയാണ്. കാമേശ്വരൻ കെട്ടിയിട്ടുള്ള മംഗലസൂത്രം, അതായത് താലിച്ചരട് കഴുത്തിൽ ധരിച്ചിരിക്കുന്നവളാണ്. അപ്പം കുടുംബിനിയായിട്ടിരിക്കുന്നവളാണ് അമ്മ. അതുകൊണ്ട് അമ്മയുടെ ഭാവം തന്നെ അങ്ങനെ ആയതുകൊണ്ട് വിവാഹിതരായ സ്ത്രീകൾക്ക് അമ്മയെ ഉപാസിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ഗുരുക്കന്മാരിൽ അഗ്രഗണ്യയായിരിക്കുന്ന ഗുരുവാണ് ലോപാമുദ്ര. ലോപാമുദ്ര അഗസ്ത്യ മഹർഷിയുടെ ഭാര്യയാണ്. അപ്പോൾ വിവാഹിതയാണ്. അവരും ഈ സമ്പ്രദായത്തെ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹിതരായ സ്ത്രീകൾക്ക് അമ്മയെ ഉപാസിക്കാവുന്നതാണ്, ഈ സ്തോത്രത്തെ ജപിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ചോദ്യം കണ്ട സമയത്ത് ഇത്തരം സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം എന്ന് മനസ്സിലായി. ലളിതാ സഹസ്രനാമം ജപിക്കുന്ന പലരും അഥവാ ജപിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെയാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ സാമാന്യപ്പെട്ട ഒരു അറിവ് പ്രദാനം ചെയ്യണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന ഗ്രന്ഥം 3 അധ്യായങ്ങളിലായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ 3 അധ്യായങ്ങളും ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലാണ് ഈ 3 അധ്യായങ്ങളും വരുന്നത്. ഇതിലെ ആദ്യത്തെ അധ്യായത്തിൽ പൂർവഭാഗം എന്നാണ് അത് വിളിക്കപ്പെടുന്നത്. അവിടെ ഹയഗ്രീവനും അഗസ്ത്യരും തമ്മിൽ നടക്കുന്ന സംവാദമാണ്. ഈ സ്തോത്രം എങ്ങനെയുണ്ടായി, എന്തിനു വേണ്ടിയുണ്ടായി, ആരെക്കുറിച്ചാണ് ഇത് സ്തുതിക്കുന്നത്, ആർക്കൊക്കെ ഇത് ജപിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്തോത്രത്തിന് വേണ്ടുന്ന ഒരു ആമുഖം അവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഇതാണ് പൂർവഭാഗം, 1-ാം അധ്യായം. അത് കഴിഞ്ഞാൽ 2-ാമത്തെ അധ്യായം സ്തോത്രഭാഗമാണ്. 1000 നാമങ്ങളും അവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ ഭാഗത്തെയാണ് നമ്മൾ എല്ലാവരും നിത്യം പാരായണം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ 3-ാമത്തെ ഭാഗം ഫലശ്രുതിയാണ്. ഈ സ്തോത്രം ജപിച്ചാൽ എന്തൊക്കെ ഗുണമുണ്ടാവും, എങ്ങനെയൊക്കെ ജപിച്ച് എന്തൊക്കെ നേടാം എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. ഇങ്ങനെ 3 അധ്യായങ്ങളിലായിട്ടാണ് ഈ സ്തോത്രം നിലനിൽക്കുന്നത്. അപ്പം അതിലെ ആദ്യത്തെ അധ്യായത്തിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ സ്തോത്രത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാവും. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അവിടെ അഗസ്ത്യരും ഹയഗ്രീവനും തമ്മിൽ നടക്കുന്ന സംവാദമാണ്. ഹയഗ്രീവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. കുതിരയുടെ തലയുള്ള രൂപമാണ്. വിദ്യാമൂർത്തിയാണ്. ഭക്തർക്ക് അറിവിനെ പ്രദാനം ചെയ്യുന്ന ഭാവത്തിൽ ഇരിക്കുന്നവനാണ്. അപ്പൊ വിദ്യ വേണ്ടവരൊക്കെ ഉപാസിക്കേണ്ട ഭാവമാണ് ഭഗവാന്റെ ഹയഗ്രീവ ഭാവം. ആ ഭാവത്തിൽ ഇരിക്കുന്ന ഹയഗ്രീവമൂർത്തിയോട് അഗസ്ത്യര് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ശ്രീ ലളിതാ പരമേശ്വരിയെക്കുറിച്ച്, അവരുടെ ഉപദേവതകളെക്കുറിച്ച്, അവരുടെ സമ്പ്രദായങ്ങളെക്കുറിച്ച്, ശ്രീചക്രത്തെക്കുറിച്ച്, ശ്രീവിദ്യയെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന ഭാവത്തിലാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന അഗസ്ത്യര് ഹയഗ്രീവമൂർത്തിയോട് ഒരു സംശയം ചോദിക്കുകയാണ്. അങ്ങ് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നു. അമ്മയെക്കുറിച്ച് പറ്റാവുന്നതെല്ലാം അങ്ങ് പറഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അമ്മയ്ക്ക് 1000 നാമങ്ങളുള്ള ഒരു സ്തോത്രമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്തോത്രത്തെക്കുറിച്ച്, അമ്മയുടെ ആ 1000 നാമങ്ങളെക്കുറിച്ച് അങ്ങ് ഒന്നും തന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്നും അങ്ങ് സംസാരിച്ചിട്ടില്ല. എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്ന് കരുതിയിട്ടാണോ, അതോ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു സംശയം അദ്ദേഹം ഹയഗ്രീവമൂർത്തിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഹയഗ്രീവമൂർത്തി ഒന്ന് ചിരിച്ചു. അദ്ദേഹത്തിനൊരു സന്തോഷമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ശ്രീ ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങൾ രഹസ്യങ്ങളാണ്. കാരണം വളരെ സൂക്ഷ്മമായ തത്വങ്ങളാണ് അവ അവതരിപ്പിക്കുന്നത്.
ശ്രീവിദ്യാ സമ്പ്രദായത്തെ നന്നായി ഉൾക്കൊണ്ടവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ. അതുകൊണ്ട് അത് എല്ലാവർക്കും കൊടുക്കേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത്. എന്നാൽ വളരെ ഭക്തിയോടുകൂടി നീ ചോദിക്കുന്ന സമയത്ത് അത് നിനക്ക് പറഞ്ഞു തരണം എന്നൊരു പ്രേരണ എനിക്കുള്ളിലുണ്ടാകുന്നു. അത് ആ അമ്മയുടെ തന്നെ പ്രേരണയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞൊരു 2 ശ്ലോകം അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത് ആരൊക്കെ ജപിക്കാൻ അർഹരാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്നും ഗ്രഹിക്കാൻ പറ്റും. ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് വരാം. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹം ഇങ്ങനെ ഗുണങ്ങൾ, എന്തൊക്കെ ഗുണങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ സഹസ്രനാമം ഉദ്ഭവിച്ചത് എങ്ങനെയെന്ന് അഗസ്ത്യർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ശ്രീ ലളിതാ പരമേശ്വരി ദേവി തന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന വാഗ്ദേവികളെ വിളിച്ചു. വാഗ്ദേവതകൾ എന്ന് പറയുന്നത് 8 ദേവതകളാണ്. വാക്കിന്റെ ദേവതകളാണ് അവർ. 8 പേർക്കും 8 പേരുകളുണ്ട്. അതിലെ ആദ്യത്തെ ദേവിയുടെ പേര് വശിനി എന്നാണ്. അതുകൊണ്ട് പൊതുവെ ഇവരെ വശിന്യാദി വാഗ്ദേവതകൾ എന്നാണ് വിളിക്കുക. വശിനി ആദി, അതായത് വശിനി തുടങ്ങിയിട്ടുള്ള വാഗ്ദേവതകൾ. പ്രധാനമായും അവരുടെ 8 പേരുടെയും പേര് നമുക്കൊന്ന് സ്മരിക്കാം. വശിനി, കാമേശ്വരി, മോദിനി, കമല, അരുണ, ജൈനി, സർവേശ്വരി, കൗശിനി. ഇതാണ് അവരുടെ 8 പേരുടെയും പേര്. ഇതിൽ ചില ഭേദങ്ങളൊക്കെ ചില പാഠങ്ങളിൽ കാണാം. ഇപ്പോൾ കമലയ്ക്ക് പകരം വിമല എന്ന പേര് കാണാം, കൗശിനിക്ക് പകരം കൗലിനി എന്ന പേര് കാണാം. എന്താണെങ്കിലും 8 ദേവതകളുണ്ട്. വാക്കിന്റെ ദേവതകളാണ് അവർ. അവരിൽ പ്രമുഖർ വശിനിയാണ്. ആദ്യത്തെ ദേവത വശിനിയാണ്. അതുകൊണ്ട് വശിന്യാദി ദേവതകൾ എന്നാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ വാക്കിന്റെ ദേവതയായതുകൊണ്ട് അവരെ വിളിച്ചു ലളിതാ പരമേശ്വരി. അവരെല്ലാവരും വന്നു വളരെ ഭക്തിയോടുകൂടി തൊഴുതു നിന്നു. ആ സമയത്ത് അമ്മ പറഞ്ഞു, നിങ്ങൾ വാക്കിന്റെ അധിഷ്ഠാന ദേവതകളാണ്. നിങ്ങൾക്ക് ആ ശക്തി കിട്ടിയിട്ടുള്ളത് എൻ്റെ അനുഗ്രഹത്താലാണ്. അപ്പൊ ആ ശക്തിയെ നിങ്ങളൊന്ന് ഉപയോഗിക്കേണ്ട സമയമായി. എന്നെ പ്രകീർത്തിക്കുന്ന, എൻ്റെ രഹസ്യങ്ങളെ വ്യക്തമാക്കുന്ന 1000 നാമങ്ങളെ കോർത്തിണക്കിക്കൊണ്ടൊരു സ്തോത്രത്തെ നിങ്ങൾ സൃഷ്ടിക്കണം. അതിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ ഭക്തർക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. അങ്ങനെ അവരെ നിർദ്ദേശിച്ചു. അമ്മയുടെ ആജ്ഞയെ സ്വീകരിച്ചുകൊണ്ട് ആ വശിന്യാദി വാഗ്ദേവതകൾ 1000 നാമങ്ങളോട് കൂടിയിട്ടുള്ള ലളിതാ സഹസ്രനാമ സ്തോത്രത്തെ നിർമ്മിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അമ്മയുടെ സദസ്സിലേക്ക് ഒരുപാട് വിശിഷ്ട അതിഥികൾ വന്നു. വിശിഷ്ട അതിഥികൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ തന്നെ കേമന്മാരാണ്. അതായത് കോടിക്കണക്കിന് ബ്രഹ്മാക്കന്മാരും ബ്രഹ്മാണികളും വന്നു. ബ്രഹ്മാവും സരസ്വതിയും കോടിക്കണക്കിന്, അതായത് ഓരോ ബ്രഹ്മാണ്ടത്തിലെയും ബ്രഹ്മാവും സരസ്വതിയും, അങ്ങനെ കോടിക്കണക്കിന് ബ്രഹ്മാക്കളും സരസ്വതിമാരുമുണ്ട്. അതുപോലെ തന്നെ കോടിക്കണക്കിന് മഹാവിഷ്ണുമാരും അതുപോലെ ലക്ഷ്മി ദേവിയുമുണ്ട്. അതുപോലെ കോടിക്കണക്കിന് ശിവനും പാർവതിയുമുണ്ട്. ദേവന്മാര് കോടിക്കണക്കിന്, ഓരോ ബ്രഹ്മാണ്ടത്തിലെയും ഇന്ദ്രനുണ്ട്. അതുപോലെ അഗ്നി, വരുണൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർ, അവരുടെ കൂടെയുള്ള ആൾക്കാർ, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ഋഷികള്, അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സാണ്. പ്രമുഖരായ എല്ലാവരും ആ സദസ്സിലുണ്ട്. എല്ലാവരും അമ്മയെ കാണാൻ വന്നതാണ്, അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ്. അപ്പൊ അങ്ങനെ രാജരാജേശ്വരിയായിട്ട് അഖിലാണ്ട മണ്ഡലങ്ങൾക്കും നാഥയായിട്ടിരിക്കുന്ന ആ അമ്മ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ശോഭിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അമ്മ വാഗ്ദേവതകളെ വിളിച്ചു, വശിന്യാദി വാഗ്ദേവതകളെ വിളിച്ചു. ആ 8 പേരും അപ്പോൾ വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് സ്തുതിച്ച് രചിച്ചിട്ടുള്ള ആ സ്തോത്രം ഇവിടെ എല്ലാവരും കേൾക്കെ ഒന്ന് പാടണം, എല്ലാവരും അതറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പാടാൻ പറഞ്ഞു. അങ്ങനെ വളരെ മധുരമായ സ്വരത്തിൽ വാഗ്ദേവതകൾ അവിടെ ഈ ശ്രീലളിതാ സഹസ്രനാമം ആദ്യമായിട്ട് പാരായണം ചെയ്തു. പൊതുസമൂഹം ആദ്യമായി കേൾക്കുന്നത് അപ്പോഴാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന എല്ലാവരും മതിമറന്നുപോയി. അമ്മയുടെ വൈഭവത്തെ പരിപൂർണമായി അവതരിപ്പിക്കുന്ന ഒരു സ്തോത്രമായിരുന്നു അത്. അത് മുഴുവൻ കേട്ട് അവരുടെ മനസ്സ് അതിൽ ലയിച്ചു പോയി. അവർക്ക് പരമാനന്ദമുണ്ടായി. അമ്മ അവരുടെ അകത്ത് ശോഭിച്ചു. അത്രയും വൈഭവം ഈ സ്തോത്രത്തിനുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ അവരെ എല്ലാം അത് ബോധിപ്പിച്ച് കഴിഞ്ഞപ്പോൾ, അവർക്കൊക്കെ അത് ഉൾക്കൊണ്ടുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അമ്മ പറഞ്ഞു, ഭക്തിയോടുകൂടി ജപിക്കേണ്ട സ്തോത്രമാണിത്, ഭക്തർക്ക് വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് ശ്രദ്ധയോടുകൂടി എല്ലാവരും ജപിക്കുക. അങ്ങനെ ജപിച്ചാൽ എൻ്റെ പ്രീതി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും അമ്മ അനുഗ്രഹിച്ചു. അപ്പൊ അമ്മയുടെ ആജ്ഞപ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്തോത്രമാണ്. വാക്കിന്റെ തന്നെ ദേവതകളാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വൈഭവം എത്രയാണെന്ന് മനസ്സിലാക്കാം. ഇത് ജപിച്ചാൽ അമ്മയുടെ പ്രസാദം ലഭിക്കുമെന്ന് അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്.
അപ്പൊ അത്രയും മഹിമയുള്ള ഒരു രചനയാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. ഇത് ആദ്യമായി ശ്രവിക്കുന്ന ആൾക്കാര് പ്രപഞ്ചത്തെ ഭരിക്കുന്നവരാണ്. ഏറ്റവും ശ്രേഷ്ഠരെന്ന് നമ്മൾ കരുതുന്ന ശക്തികളാണ് ഇത് മുഴുവൻ ശ്രവിച്ചത്. ബ്രഹ്മാക്കന്മാരും വിഷ്ണുക്കളും അതുപോലെ മഹാദേവന്മാരുമാണ് ഇത് കേട്ടിട്ടുള്ളത്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ ഒരു രചനയാണ്, ഒരു സ്തോത്രമാണിതെന്ന് നമുക്ക് അതിൽ നിന്നും ഗ്രഹിക്കാം. അങ്ങനെ അമ്മ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹയഗ്രീവൻ അഗസ്ത്യർക്ക് ആ സ്തോത്രത്തെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് 2ാമത്തെ അധ്യായത്തിൽ ഈ സ്തോത്രം നമുക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഫലശ്രുതി പറയുന്നു. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ പറ്റും ഈ സ്തോത്രം കൊണ്ട്. അപ്പോൾ ഓരോ ആഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ് അത് ഉദാഹരണങ്ങളായിട്ട് പറയുകയാണ്. കാരണം എല്ലാ ആഗ്രഹങ്ങളെയും നേടിത്തരുന്ന, ഭോഗവും മോക്ഷവും നൽകുന്ന ഒരു സ്തോത്രമാണിതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മഹിമയെ പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ 3 അധ്യായങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ഗ്രന്ഥം ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിൻ്റെ മഹിമ നമ്മൾ മനസ്സിലാക്കി, എത്ര ശ്രേഷ്ഠമായ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ തുടക്കത്തിൽ ഹയഗ്രീവൻ അഗസ്ത്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ചില ഗുണങ്ങൾ. അതുള്ളവർക്കാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ജപിക്കുന്ന നമ്മൾ ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരാണോ എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടി ആ ഗുണങ്ങളെ കുറിച്ചൊന്ന് പറയാം. അതറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അവിടെ ഹയഗ്രീവൻ പറയുകയാണ്, ഭവതാന പ്രദേയം സ്യാത് അഭക്തായ കദാചന. അഗസ്ത്യർക്ക് ഞാൻ ഇത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം പറയുകയാണ്, അങ്ങ് ഇതൊരിക്കലും അഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇതിന് അർഹതരല്ലാത്തവരാരൊക്കെ എന്നാണ് ആദ്യം പറയുന്നത്. അഭക്തന്മാർ, അതായത് ഭക്തി ഇല്ലാത്തവർ ഇതിന് അർഹരല്ല. 2ാമതായി പറയുന്നു ന ഷഠായ, ഷഠന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ന ദുഷ്ടായ, ദുഷ്ടന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ന വിശ്വാസായ, അവിശ്വാസികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കർഹിച്ച്, ഒരു കാലത്തും ഒരു കാരണവശാലും ഇത് പറഞ്ഞു കൊടുക്കരുത്. അപ്പോൾ അനർഹരായവരാണ് ആദ്യം പറഞ്ഞത്. ഭക്തി ഇല്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കരുത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സ്തോത്രം കേൾക്കണമെങ്കിൽ, ഇത് ജപിക്കണമെങ്കിൽ ഭക്തി ഉണ്ടാവണമെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഭക്തി ഇല്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കരുത്. അതുപോലെ ഷഠന്മാർക്ക്, ഷഠന്മാരെന്ന് പറയുന്നത് ചതിയന്മാരെന്ന അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത്. ചതിയന്മാരെന്ന് പറയുമ്പോൾ ഉള്ളിലൊന്ന് വെച്ച് പുറമേക്ക് മറ്റൊന്ന് കാണിക്കുന്നവർ. അതായത് ആഗ്രഹങ്ങൾ പലതും ഉണ്ടാവും, പക്ഷേ ഭക്തിയില്ല. അപ്പൊ ഭക്തി ഇല്ലെങ്കിലും ഭക്തി ഉള്ളതുപോലെ നടിച്ച് ഈ സ്തോത്രം ജപിച്ച് ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരെയാണ് ഷഠൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ചൊല്ലാനുള്ള അർഹതയില്ല. കാരണം അമ്മ അകത്താണ് വസിക്കുന്നത്. അതുകൊണ്ട് അമ്മ എല്ലാം അറിയും. അപ്പൊ നമ്മൾ പുറമേക്ക് നടിച്ചാലും അമ്മ അകത്ത് നിന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഷഠന്മാരിത് ചൊല്ലിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അവർക്ക് ദോഷമേ ഉള്ളൂ. അതുകൊണ്ട് അവരിത് ചൊല്ലാനും കേൾക്കാനും അർഹരല്ല. കപടന്മാർ, ചതിയന്മാർ. അത് കഴിഞ്ഞ് പറയുന്നു ന ദുഷ്ടായ, ദുഷ്ടന്മാർ, ദുരുദ്ദേശത്തോടുകൂടി സമീപിക്കുന്നവർ. അതായത് അവർക്ക് ദോഷവിചാരമുണ്ട്. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അഥവാ ധർമ്മവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ അതിനുവേണ്ടിയാണ് സമീപിക്കുന്നതെങ്കിൽ അവർക്ക് ഈ സ്തോത്രം കൊണ്ട് ഗുണമില്ല. അവരിതിന് അർഹരല്ല, അവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ന അവിശ്വാസായ, ഈ സ്തോത്രത്തിലും ഇതിന്റെ ദേവതയായ ശ്രീ ലളിതാ പരമേശ്വരിയിലും വിശ്വാസമില്ലാത്തവർക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ല. സ്തോത്രം ചൊല്ലിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് കരുതി ഒരാൾ ജപിക്കുകയാണെങ്കിൽ അയാൾ എത്ര കൊല്ലം ഇരുന്ന് ജപിച്ചാലും അയാൾക്ക് ഒരു ഫലവും ഉണ്ടാവില്ല. ഇത് സ്തുതിക്കുന്ന ദേവിയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല, വെറും സങ്കല്പമാണെന്ന് കരുതി ഒരാൾ ജപിക്കുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ആ ദേവിയുടെ പ്രീതി കിട്ടുക? അപ്പോൾ വിശ്വാസമില്ലാത്തവർക്ക് ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല, അവരിതിന് അർഹരല്ല. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ് ഭക്തിയില്ലാത്തവർ, ഭക്തിയില്ലെങ്കിൽ ഇവിടേക്ക് പ്രവേശിക്കേ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ അഭക്തന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അഭക്തന് കൊടുക്കരുത്, ഷഠന് കൊടുക്കരുത്, ദുഷ്ടന് കൊടുക്കരുത്, അവിശ്വാസിക്ക് കൊടുക്കരുത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് പറയണം. അപ്പൊ എന്തൊക്കെ ഗുണങ്ങൾ ഉള്ളവർക്ക് കൊടുക്കണം? അതാണ് തുടർന്ന് പറയുന്നത്. ശ്രീമാതൃഭക്തിയുക്തായ, ശ്രീമാതാവായ ശ്രീ ലളിതാ പരമേശ്വരിയോട് ഭക്തിയുള്ളവർക്ക് ഇത് കൊടുക്കാം. ആദ്യത്തെ ക്വാളിഫിക്കേഷനാണ്. ഭക്തി ഇല്ലാത്തവർക്ക് കൊടുക്കരുത്, ഭക്തിയുള്ളവർക്ക് കൊടുക്കാം. ആരോട് ഭക്തിയുള്ളവർക്ക്? ശ്രീമാതാവിനോട്. ലോകത്തിന്റെ മുഴുവൻ അമ്മയാണെന്ന് മനസ്സിലാക്കി ശ്രീ ലളിതാ പരമേശ്വരിയോട് ഭക്തിയുള്ള ആർക്കും ഈ സ്തോത്രം കൊടുക്കാം. അമ്മയുടെ മഹിമയറിഞ്ഞാൽ മാത്രമേ അമ്മയോട് നമുക്ക് സ്നേഹമുണ്ടാവും. ഈ കാണുന്ന അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളും അമ്മയിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. ഇതിനെ പാലിക്കുന്നവൾ അമ്മയാണ്, ക്രമേണ ഇതിനെ ലയിപ്പിക്കുന്നതും അമ്മയാണെന്ന് മനസ്സിലാക്കിയാൽ ആ ഭാവത്തിലിരിക്കുന്ന അമ്മയുടെ വൈഭവം കണ്ട് സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഭക്തി ജനിക്കും.
അങ്ങനെ ഭക്തിയുള്ളവർക്ക്, അമ്മയോട് നല്ല സ്നേഹമുള്ളവർക്ക്, നല്ല ഭക്തിയുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. അതാണ് ശ്രീമാതൃഭക്തിയുക്തായ. അത് കഴിഞ്ഞ് പറയുന്നു ശ്രീവിദ്യാരാജവേദിനെ. ശ്രീവിദ്യാരാജമന്ത്രത്തെ അറിയുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ശ്രീവിദ്യാരാജമന്ത്രം എന്ന് പറയുന്നത് അമ്മയുടെ മൂലമന്ത്രമാണ്. പഞ്ചദശി എന്ന് പറയപ്പെടുന്ന മന്ത്രമാണ്. വളരെ പ്രസിദ്ധമായ മന്ത്രമാണ്. ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ പ്രധാന ഉപാസന. വിദ്യ എന്ന പദം കൊണ്ട് അവിടെ മന്ത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ മന്ത്രത്തെ ദീക്ഷിച്ചിട്ടുള്ള, അത് ജപിച്ച് സിദ്ധി വരുത്തിയിട്ടുള്ള, അപ്പൊ അത്രയും അമ്മയോട് ഭക്തിയുള്ളവരാണല്ലോ ആ മാർഗത്തിൽ ചരിക്കുക, അവർക്ക് ഇത് കൊടുക്കാം. അതാണ് ശ്രീവിദ്യാരാജവേദിനെ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് പറയുന്നു ഉപാസകായ. ഉപാസകന്മാർക്ക്, അടുത്തിരിക്കുന്നവരാണ് ഉപാസകന്മാര്, അമ്മയെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുന്നവർ. അപ്പൊ അമ്മയോട് ഭക്തി ഉള്ളത് കൊണ്ട് അമ്മയുടെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു, ശ്രീവിദ്യാ സമ്പ്രദായത്തിലേക്ക് പ്രവേശിച്ചു, ആ അറിവ് നേടി, അത് ജപിച്ച് സിദ്ധി വരുത്തുകയാണ്. അപ്പൊ അത് സാധനയാണ്. ആ സാധന ചെയ്യുന്നത് എന്തിനാ? അമ്മയോട് അടുക്കാൻ വേണ്ടിയാണ്, അമ്മയെ ഗ്രഹിക്കാൻ വേണ്ടിയാണ്, അമ്മയെ ലയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അടുത്തുകൊണ്ടിരിക്കുകയാണ്, സാധന ചെയ്യുന്നവരാണ് ഉപാസകര്, അവർക്ക് ഇത് കൊടുക്കാം. അത് കഴിഞ്ഞ് പറയുന്നു ശുദ്ധായ. അകത്ത് ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധരായ ആൾക്കാർ. ശുദ്ധരായ ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുമില്ല, അവരൊന്നും ആഗ്രഹിക്കുന്നില്ല, അമ്മയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അമ്മയെ ഉപാസിക്കുകയാണ്. അങ്ങനെയുള്ളവര്, അവർക്ക് ദുഷ്ടവിചാരങ്ങളില്ല. അപ്പൊ ദുഷ്ടന്മാർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു, അതുപോലത്തെ ദുഷ്ടവിചാരങ്ങളൊന്നുമില്ല. ധാർമ്മികമായ വിചാരത്തോടു കൂടി സമീപിക്കുന്നവർ, അവരും ശുദ്ധരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ദേയം നാമസഹസ്രകം, ഈ 1000 നാമങ്ങളെ കൊടുക്കാം. അപ്പോ അഭക്തന്മാർക്ക് കൊടുക്കരുത്, ഷഠന്മാർക്ക് കൊടുക്കരുത്, ദുഷ്ടന്മാർക്ക് കൊടുക്കരുത്, അവിശ്വാസികൾക്ക് കൊടുക്കരുത്. ഭക്തിയുള്ളവർ, അമ്മയോട് ഭക്തിയുള്ളവർക്ക് കൊടുക്കാം, ശ്രീവിദ്യാ മന്ത്രത്തെ അറിയുന്നവർക്ക് കൊടുക്കാം, ഉപാസകർക്ക് കൊടുക്കാം, ശുദ്ധരായവർക്ക് കൊടുക്കാം. യാനി നാമ സഹസ്രാണി സദ്യസിദ്ധി പ്രധാനി വൈ. ഈ സഹസ്രനാമത്തിന്റെ പ്രസക്തി എന്താ? ഇത് ജപിച്ചാൽ പെട്ടെന്ന് തന്നെ സിദ്ധി കിട്ടും. സിദ്ധി എന്ന പദം കൊണ്ട് ഇവിടെ അമ്മയുടെ അനുഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മന്ത്രം ജപിച്ചാൽ, ഈ സ്തോത്രം ജപിച്ചാൽ അമ്മയുടെ പ്രസാദം ഉറപ്പായും കിട്ടും. ഇത് കിട്ടണമെങ്കിൽ ചില ദോഷങ്ങൾ നമുക്ക് ഇല്ലാതിരിക്കണം. അതും പറഞ്ഞു, ചില ഗുണങ്ങൾ ഉണ്ടാവണം. അപ്പൊ ഇവിടെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ സംശയം തോന്നാം. അപ്പൊ ഇവിടെ ഭക്തി വേണം എന്ന് പറഞ്ഞു, അത് മനസ്സിലാക്കാം. പക്ഷെ ശ്രീവിദ്യാ മന്ത്രം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫലശ്രുതി ഭാഗത്തും വരുന്നുണ്ട്. ശ്രീവിദ്യാ മന്ത്രം അറിഞ്ഞവന് മാത്രമേ ഇത് കൊടുക്കാൻ പാടൂ എന്ന് അവിടെയും പറയുന്നുണ്ട്. അപ്പൊ ശ്രീവിദ്യാ മന്ത്രം അറിഞ്ഞവൻ, ശ്രീവിദ്യാ ഉപാസകനെ ഇത് കൊടുക്കാൻ പാടൂ എന്ന് പറയാനുള്ള കാരണം, അമ്മയുടെ നാമങ്ങൾ, ഈ 1000 നാമങ്ങളും അമ്മയുടെ എല്ലാ തലങ്ങളെയും വർണ്ണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് രഹസ്യനാമം എന്ന് പറയുന്നത്. വളരെ സൂക്ഷ്മമായ തത്വങ്ങളെ ഈ നാമങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ആ തത്വങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് ഈ ഉപാസനയിൽ നല്ല അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടാവണം. ഇപ്പോൾ ശ്രീവിദ്യാ മന്ത്രത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പൊ മൂലമന്ത്രാത്മിക എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് അമ്മയുടെ മന്ത്രത്തിന്റെ 3 കൂട്ടങ്ങളെ കുറിച്ചും അത് തന്നെ ദേഹമായിട്ടുള്ളവൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗം ചൊല്ലുന്ന സമയത്ത് അതിന്റെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ, ആ നാമങ്ങൾ നമുക്ക് വ്യക്തമാകണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പൊ ഈ ഉപാസനയുള്ള ആൾക്കാർക്ക് അത് അവിടെ വ്യക്തമാകും. അതുപോലെ തന്നെ ശ്രീചക്രത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്, കുണ്ടലിനിയെ കുറിച്ചുള്ള പരാമർശമുണ്ട്, ഷഡ്ചക്രങ്ങളെ കുറിച്ചും സഹസ്രാര പത്മത്തെ കുറിച്ചുമുള്ള പരാമർശമുണ്ട്. സൂക്ഷ്മമായ ഉപാസനകൾ, ചക്രങ്ങളിലുള്ള ദേവതാ ഉപാസനകളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇങ്ങനെ ശ്രീവിദ്യാ ഉപാസനയുടെ ഭാഗമായിട്ട് ഒരുവൻ നേടുന്ന അറിവുകൾ വളരെ വ്യക്തമായി, രഹസ്യാത്മകമായ അറിവുകളെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്തോത്രമാണിത്. അപ്പൊ സ്തോത്രം ജപിച്ച് അതിന്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ജപിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാക്കി ജപിക്കുന്ന സമയത്താണ് അത് അതിന്റെ പൂർണ്ണ ശക്തിയോടുകൂടി വിരിയുക. അങ്ങനെ വിരിയുന്ന സമയത്താണ് നമുക്കതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഇതിന്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ദീക്ഷിതനായിട്ടുള്ളവനാണെങ്കിൽ അവൻ എന്നെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പല തത്വങ്ങളെയും കുറിച്ചുള്ള അറിവുണ്ടാവും. ആ അറിവുള്ളത് കൊണ്ട് ഇവിടെ പറയുന്ന നാമങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് അവന് മനസ്സിലാകും. അതുകൊണ്ട് അവനത് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീവിദ്യ അറിഞ്ഞിരിക്കണം എന്ന് ഇവിടെയും ഫലശ്രുതിയുടെ ഭാഗത്തും പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു സംശയം വന്നു, ഈ വിദ്യ ഇല്ലാത്തവർ, ദീക്ഷ കിട്ടാത്തവർ, സാധാരണക്കാര്, അവർക്കിത് ജപിക്കാൻ പറ്റില്ലേ എന്നൊരു സംശയം വരും. ആ സംശയത്തിന് മറുപടിയായിട്ടാണ് ഇവിടെ ശ്രീമാതൃഭക്തിയുക്തായ ഉപാസകായ ശുദ്ധായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഭക്തിയുണ്ടെങ്കിൽ
അതായത് അമ്മ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥയാണ്, അമ്മയിൽ നിന്നാണ് ഉദ്ഭവിച്ചത്, എൻ്റെ അമ്മയാണ് എന്നുള്ള ഭാവത്തിൽ ആർക്കും, അത് പുരുഷനോ സ്ത്രീയോ ആരോ ആയിക്കോട്ടെ, അമ്മയാണെന്നുള്ള ഭാവത്തിൽ അവർ സമീപിച്ചാൽ അവർക്ക് അറിവൊന്നുമില്ല, അവർക്ക് ഈ സമ്പ്രദായത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, അവർക്ക് ഇതിൻ്റെ ശരി തെറ്റുകൾ അറിയില്ല, സൂക്ഷ്മ തത്വങ്ങൾ അറിയില്ല, ഈ നാമത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ അമ്മയുടെ അടുത്തിരുന്ന് ആ അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ആ അമ്മയെ ഒന്ന് വിളിക്കുകയാണ് 1000 നാമങ്ങളിലൂടെ. അമ്മയുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് ശുദ്ധമായ ഭക്തിയോടുകൂടി ഒരുവൻ ഈ മന്ത്രത്തെ ജപിച്ചാൽ അവൻ ഉറപ്പായും അമ്മയുടെ അനുഗ്രഹം ലഭിക്കും. കാരണം അമ്മ അവനെ മകനായിട്ടാണ് കാണുന്നത്. ഇപ്പൊ സൂക്ഷ്മമായി ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയും ഇത് പ്രയോഗിക്കും. അങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അവിടെ ചിട്ട കൂടുതലാണ്, അവിടെ ഒരുപാട് ക്വാളിഫിക്കേഷൻ വേണം. കാരണം വളരെ സൂക്ഷ്മമായിട്ടാണ് അമ്മയും നിരീക്ഷിക്കുക. നമ്മൾ എങ്ങനെ സമീപിക്കുന്നുവോ അങ്ങനെ സ്വീകരിക്കുന്നവളാണ് അമ്മ. ഇപ്പൊ ഭഗവത്ഗീതയിൽ യേ യഥാ മാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അതായത് എന്നെ എങ്ങനെ സമീപിക്കുന്നുവോ ഞാൻ അങ്ങനെ സ്വീകരിക്കും. അപ്പോൾ ഒരു വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി ഇന്നത് നേടിയെടുക്കണം, ഇന്ന ആഗ്രഹം സാധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപാസനയായിട്ട് ഇതിനെ നടത്തുമ്പോൾ ഇതിന് ഒരുപാട് ചിട്ടകളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഉണ്ടായി ഉപാസന ശ്രീവിദ്യയൊക്കെ ഉപാസിച്ച് അതിന്റെ ഫലങ്ങളൊക്കെ നേടി അതിനുശേഷം ഇതിലേക്ക് പ്രവേശിച്ച് ഇത് പറഞ്ഞ പോലെ ആദ്യം ശ്രീചക്രത്തെ ഉപാസിച്ച് പിന്നെ മന്ത്രജപം നടത്തി അത് കഴിഞ്ഞിട്ട് ഈ സ്തോത്രം ജപിച്ച് അങ്ങനെ അതിന്റെ ഫലത്തെ നേടിയെടുക്കണം. എന്നാൽ സാധാരണക്കാരൻ ഭക്തിയുള്ള ഒരുവൻ അഥവാ ഒരുവൻ അവരമ്മയുടെ മുമ്പിലിരുന്ന് ആ അമ്മയെ വിളിക്കുകയാണ് ഭക്തിയോടുകൂടി. ഇപ്പൊ മക്കള് വിളിക്കുന്ന സമയത്ത് അമ്മേ എന്ന് പൂർണ്ണമായി വിളിച്ചില്ല, ആ എന്ന് മാത്രം വിളിച്ചാൽ പോലും അമ്മ വിളി കേൾക്കും. അവന്റെ ഉച്ചാരണം ശരിയാണോ, അവൻ ചിട്ടയോടുകൂടിയാണോ വിളിച്ചത് എന്നൊന്നും അമ്മ നോക്കില്ല, ഓടി വരും. അതുപോലെ വാത്സല്യമുള്ള നിധിയാണ് അമ്മ, വാത്സല്യ നിധിയാണ് അമ്മ. അമ്മയുടെ മനസ്സിൽ അത്രയും കരുണയാണ്. കരുണ തന്നെ ഒരു രൂപമെടുത്താൽ അതാണ് ശ്രീ ലളിതാ പരമേശ്വരി. അപ്പൊ അത്രയും വാത്സല്യമുള്ള അമ്മയോട് ഭക്തിയുള്ള ആർക്കും സമീപിക്കാം. ഭക്തി ഉണ്ടായാൽ മതി, ശുദ്ധമായ ഭക്തി. ഭക്തി എന്താണ്? സ്നേഹമാണ്. എന്നെ സൃഷ്ടിച്ചവളാണ്, എന്നെ പാലിക്കുന്നവളാണ് എന്ന ബോധത്തോടെ നമ്മുടെ അനുനിമിഷവും അമ്മയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പല പ്രവൃത്തികളും നടക്കുന്നുണ്ട്. പഞ്ചപ്രാണങ്ങൾ പല പ്രവൃത്തി ചെയ്യുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾ 10 പല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആരാ ചെയ്യിക്കുന്നത്? നമ്മുടെ ഇച്ഛ കൊണ്ടല്ല ഇത് നടക്കുന്നത്, ഇത് നടത്തുന്നത് അമ്മയാണ്. അപ്പൊ നമ്മളെ ജനിപ്പിച്ച് നമ്മളെ പാലിക്കുന്ന ആ പ്രകൃതി സ്വരൂപിണിയായിരിക്കുന്ന ആ പരമേശ്വരി ആയിരിക്കുന്ന ലളിതാ ഭഗവതിയെ നമ്മൾ സ്നേഹത്തോടുകൂടി വിളിക്കുകയാണെന്നുള്ള ഭാവത്തിൽ ഈ സ്തോത്രം ആർക്കും ജപിക്കാം. ഭക്തി ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം, സതുദ്ദേശം ഉണ്ടാവണം. ഇപ്പോൾ ദുഷ്ട ഉദ്ദേശത്തോടു കൂടി പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സതുദ്ദേശപരമായിട്ട് അധാർമികമായ വിചാരമൊന്നുമില്ലാതെ കാപഠ്യമില്ലാതെ, ഇല്ലാത്ത ഭക്തി ഉണ്ടെന്ന് കാണിച്ച് അമ്മയെ തെറ്റിദ്ധരിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ആദ്യം ഭക്തി നമുക്ക് ഉണ്ടാവട്ടെ. അപ്പൊ അമ്മയുടെ കഥകളൊക്കെ അതിനായിട്ട് കേൾക്കുക. അപ്പൊ ലളിതോപാഖ്യാനമൊക്കെ അതിനാണ്, ദേവി ഭാഗവതമൊക്കെ അതിനാണ്. അപ്പൊ ഇത്തരം കഥകൾ കേട്ട പരാശക്തിയുടെ മഹിമ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായും ഭക്തി വർദ്ധിക്കും. അങ്ങനെ ഭക്തി വർദ്ധിക്കുന്ന സമയത്ത് ആ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ അടുത്ത് ചെന്നിരിക്കാം, ഉപാസകരാവാം. അത് നമുക്ക് യോഗ്യത നൽകും. ഭക്തി ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ യോഗ്യതയാണ്. അപ്പൊ ഭക്തിയോടുകൂടി അമ്മയെ സ്തുതിക്കുക. ഭക്തിയുള്ള ആർക്കും സ്തുതിക്കാവുന്നതാണ് ഈ സ്തോത്രം എന്ന് സാരം. അർത്ഥമൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും അമ്മയാണെന്നുള്ള ഭാവത്തിൽ എൻ്റെ സ്നേഹത്തെ അഭിവ്യക്തമാക്കാൻ വേണ്ടി മാത്രം, ആ അമ്മയെ ഒന്ന് വിളിക്കാൻ വേണ്ടി മാത്രം, നന്ദി കൃതജ്ഞത രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ന്, എനിക്കിതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല അമ്മേ, നിന്റെ പേരുകളാണ്, അതുകൊണ്ട് നിനക്ക് സമർപ്പിക്കുന്നു എന്ന രീതിയിൽ ഇത് ജപിച്ചാൽ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും, അമ്മയുടെ വരപ്രസാദം ലഭിക്കും. അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആചാര്യന്മാർ സമർത്ഥിച്ചിട്ടുള്ള കാര്യവുമാണത്. അപ്പോൾ ഭക്തിയുള്ള ആർക്കും ഇത് ജപിക്കാവുന്നതാണ്. ഇതാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉദ്ഭവം. അതായത് ഭക്തന്മാർക്ക് വേണ്ടി രചിക്കപ്പെട്ടതാണ്. സൂക്ഷ്മമായ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത്രയും അറിവുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ടാണ് രഹസ്യനാമ സഹസ്രം എന്ന് വിളിക്കുന്നത്. രഹസ്യനാമങ്ങളാണ്. കാരണം സൂക്ഷ്മ തത്വങ്ങളെ മനസ്സിലാക്കാനുള്ള വിവേകമുള്ളവനെ ആ കാര്യം ഗ്രഹിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്കും ഭക്തിയോടുകൂടി അമ്മയെ സമീപിക്കാം. ഭക്തി ഉണ്ടെങ്കിൽ അമ്മ ഭക്തി മാത്രമേ കാണൂ. ഭക്തിയെ വളരെയധികം ഇഷ്ടമുള്ളവളാണ് അമ്മ. അപ്പൊ ഭക്തി വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് മക്കളാണെന്നുള്ള ഭാവത്തിൽ നമ്മളെ വാരിപ്പുണരും, അടുത്തിരുത്തും. ആ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും. ഭക്തി ഉണ്ടായാൽ മതി. അപ്പൊ അതുകൊണ്ട് ഇത് ജപിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ
ഋഷി ആരാണെന്ന് മനസ്സിലാക്കി. എപ്പോഴും ഒരു മന്ത്രം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഋഷിയെ ഒന്ന് സ്മരിക്കണം. അത് ഇവിടെ വാഗ്ദേവതകളാണ്, വശിന്യാദി വാഗ്ദേവതകളാണ് ഇതിൻ്റെ ഋഷി. കാരണം അവരാണ് ഈ മന്ത്രങ്ങളെ ആദ്യമായി ദർശിച്ചത്, ഇത് രചിച്ചത്. അപ്പോൾ അവരെ ഒന്ന് സ്മരിക്കണം. എപ്പോഴും നമ്മൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഋഷിയെയും ഛന്ദസ്സിനെയും ഒക്കെ ജപിക്കും. ഇപ്പോൾ ന്യാസം നടത്തുന്ന സമയത്ത് ഇതൊക്കെ ചൊല്ലുന്നത് പതിവുണ്ട്. അത് അതിൻ്റെ ക്രമത്തിൽ ചെയ്യുന്നതാണ്. നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വശിന്യാദി വാഗ്ദേവതകളാണ് ഇത് നമുക്ക് തന്നതെന്ന് ഓർത്തുകൊണ്ട് അവരെ ഒന്ന് പ്രണമിച്ച് നമുക്കിത് നന്നായി ജപിക്കാൻ പറ്റണേ എന്നുള്ള അനുവാദം അവരോട് വാങ്ങി ഈ മന്ത്രത്തെ നമ്മൾ ജപിക്കണം. ധ്യാന ശ്ലോകങ്ങളൊക്കെ ഇതിനു മുമ്പ് ചേർത്ത് ജപിക്കാറുണ്ട്. സാധിക്കുന്നവർ അത് ചേർത്ത് ജപിക്കുക. അപ്പോൾ സിന്ദൂരാരുണ വിഗ്രഹം എന്നൊക്കെ പറയുന്ന ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലി ജപിക്കാം. ഇനിയിപ്പോൾ ഒന്നും സാധിച്ചില്ലെങ്കിൽ ഈ 1000 നാമങ്ങൾ മാത്രം എടുത്ത് അത് ആദ്യം ശുദ്ധമായിട്ട് ഇരുന്നു കൊണ്ട് അമ്മയെ മനസ്സിലൊന്ന് ധ്യാനിക്കുക. അമ്മയെ, നിന്നെ എനിക്കറിയില്ല, നിന്റെ പരിപൂർണ വൈഭവം ഉൾക്കൊള്ളാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല, പക്ഷെ നിന്നോട് ഭക്തിയുണ്ട്, കൃതജ്ഞതയുണ്ട്, എൻ്റെ അമ്മയാണെന്നുള്ള ഭാവത്തിൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ആർക്കും സ്തുതിക്കാവുന്ന ഒരു കൃതിയാണ് ശ്രീ ലളിതാ സഹസ്രനാമം. ഇത് പരമാവധി പേര് ഭക്തിയോടുകൂടി സ്തുതിക്കണം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു സ്തോത്രമാണ്. സൂക്ഷ്മമായ സാധനയൊക്കെ ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യുക, നല്ല കാര്യമാണ്. ഇപ്പോൾ ഗുരുവിനെ സമീപിച്ച് ദീക്ഷ സ്വീകരിച്ച് ആ ഉപാസന നടത്തി, പക്ഷെ അത് യോഗ്യനായ ഗുരുവായിരിക്കണം, യോഗ്യനായ ശിഷ്യനുമായിരിക്കണം. തനിക്ക് അതിനുള്ള അർഹതയില്ലെങ്കിൽ വെറുതെ പോയിട്ട് സാഹസം കാണിക്കരുത്. അപ്പോൾ അതൊന്നും പറ്റിയില്ലെങ്കിൽ പോലും അമ്മയെ സ്നേഹത്തോടു കൂടി വിളിക്കുക, ഈ സ്തോത്രം ജപിക്കുക. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആ അമ്മയോട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞത് ആ ശ്രീ ലളിതാ പരമേശ്വരിയുടെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ, ഹരിയോ.